ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ വ്ലോഗ്. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു വിചാരിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ട് പോകുന്നു. ഞങ്ങൾ ഇന്ന് ഞങ്ങളെ വീട്ടിനടുത്ത് തന്നെയുള്ള മുരുകൻ്റെ അമ്പലത്തിൽ പോവാണ്. ഇവിടുന്ന് ജസ്റ്റ് 3 സ്റ്റോപ്പ് മാത്രമേ ഉള്ളൂ. നടന്നിട്ട് വേണമെങ്കിൽ നടന്നിട്ടും പോവാം. ഞങ്ങൾ ഇന്ന് ബസ്സിനാണ് പോകുന്നത്. ഇപ്പം ഞങ്ങൾ ഇറങ്ങുമ്പോൾ തന്നെ കുറച്ച് ലേറ്റായി, 7 മണി ആയിട്ടുണ്ടായിരുന്നു. 9 മണിക്ക് അമ്പലം ക്ലോസ് ചെയ്യും. പിന്നെ ഞങ്ങൾക്ക് 2-3 സാധനങ്ങളും വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഫസ്റ്റ് സ്റ്റോപ്പിൽ നിന്ന് കയറി ഒരു സ്റ്റോപ്പ് അപ്പുറത്ത് ഒരു ചൈനീസ് ഗാർഡൻ, അവിടെയാണ് മാർക്കറ്റ് ഉള്ളത്. അവിടെ പോയിട്ട് സാധനം വാങ്ങിയിട്ട് വേണം ഞങ്ങൾക്ക് അമ്പലത്തിൽ പോകാൻ. ഞങ്ങൾക്ക് അമ്പലത്തിൽ പോയിട്ട് വന്നിട്ട് സാധനം മേടിക്കാനാണെങ്കിൽ ലേറ്റ് ആവും. കാരണം ഇവിടെയുള്ള ചൈനീസ് കടയിൽ ഏകദേശം 8:30-9 മണിയാകുമ്പോഴത്തേക്ക് ക്ലോസ് ചെയ്യും. അവർ കറക്റ്റ് ആ സമയത്ത് തന്നെ ക്ലോസ് ചെയ്യും. അപ്പോൾ അതിന് മുന്നേ പോയിട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് സാധനം മേടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു ഫസ്റ്റ് സാധനം വാങ്ങി അതിന് ശേഷം അമ്പലത്തിലേക്ക് പോവാമെന്ന്. അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ അവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തിട്ടേ വരൂ. അതുകൊണ്ട് കറക്റ്റ് നമുക്ക് 9 മണിക്ക് മുന്നേ എന്തായിട്ടും ഇവിടെ വരാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ ഫസ്റ്റ് ഇവിടെ വന്നതിന് ശേഷം അമ്പലത്തിലേക്ക് പോവാമെന്ന് വിചാരിച്ചു. ഇവിടുന്ന് 3 സ്റ്റോപ്പ് മാത്രമേ ഉള്ളൂ അമ്പലത്തിലേക്ക്. അതിലൊരു സ്റ്റോപ്പ് ഞങ്ങളിപ്പം ഇറങ്ങി, ചൈനീസ് ഗാർഡൻ ഇറങ്ങി. അവിടെയാണ് മാർക്കറ്റ് ഉള്ളത്. ഞങ്ങൾക്ക് അടുത്ത് നിയറസ്റ്റ് ആയിട്ടുള്ള മാർക്കറ്റ് അവിടെയാണ് ഉള്ളത്. അവിടുന്ന് ഇനി 2 സ്റ്റോപ്പും കൂടെ ഉള്ളൂ. അവിടുന്ന് ബസ് അടിച്ചിട്ട് തന്നെ 2 സ്റ്റോപ്പ്. നടന്നാൽ വേഗം എത്തും. പക്ഷേ അനിയനെയും കൊണ്ട് നടക്കൽ ഇപ്പോൾ ചൊറയാണ്. കാരണം അവൻ നടന്നാൽ ഇപ്പം സിഗ്നൽ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതൊന്നും അവൻ ശ്രദ്ധിക്കില്ല. അപ്പം അവന് നടക്കണം, സിഗ്നലാന്ന് പറഞ്ഞാലൊന്നും കേൾക്കൂല. അതുകൊണ്ട് തന്നെ നമ്മൾ ബസ്സിൽ തന്നെയാണ് ഇപ്പം പോവാറ്. സാധനമൊക്കെ വാങ്ങി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഞങ്ങൾ ബസ് സ്റ്റോപ്പിലേക്ക് പോവുകയാണ്. ആര്യൻ വളരെ ഹാപ്പിയാണ്. അയാൾ എങ്ങനെയെങ്കിലും ഒന്ന് താഴെ ഇറക്കി കിട്ടിയാൽ ഒന്ന് ഓടിച്ചാടി നടക്കാൻ വിചാരിച്ച് ഇരിക്കുകയാണ്. കുറേ ട്രൈ ചെയ്തു താഴെ ഇറങ്ങാൻ. അവനെ താഴെ ഇറക്കി കഴിഞ്ഞാൽ പിന്നെ എടുക്കാൻ പറ്റില്ല. കാരണം പിന്നെ ബഹളം ഉണ്ടാക്കും. കിടന്നൊക്കെ കാര്യമായി ഇപ്പോൾ പോക്കിരിയായിട്ടുണ്ട് ഇപ്പോൾ. അതുകൊണ്ട് നമ്മൾ അവനെ എങ്ങനെയൊക്കെയല്ലോ പിടിച്ച് എന്തൊക്കെയല്ലോ പറഞ്ഞ് എടുത്ത് നടക്കുകയാണ്. അമ്പലത്തിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല. റോഡിലൂടെയൊക്കെ നടക്കുമ്പം അവന് എങ്ങോട്ടാണ് ഓടുന്നോ പറയാൻ പറ്റില്ല. അതുകൊണ്ട് കഷ്ടപ്പെട്ട് അവനെ എന്തൊക്കെയല്ലോ പറഞ്ഞ് പിടിച്ചിരുത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് ബസ് ഇറങ്ങി ഒരു 2 മിനിറ്റ് വോക്കുണ്ട് അമ്പലത്തിലേക്ക്. ആര്യന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അമ്പലത്തിൽ പോകുന്നത്. ആര്യന് ഈ ബസ് സ്റ്റോപ്പ് ഇറങ്ങുമ്പോഴേ അവനറിയാം അമ്പലത്തിലേക്ക് പോവാണ് എന്നുള്ളത് അറിയാം. ഒരു പ്രാവശ്യം അവൻ ഈ സ്റ്റോപ്പ് ഇറങ്ങിയ ഉടനെ ഉണ്ട് കൈകൂപ്പി തൊഴുന്നു. അപ്പോൾ എനിക്കൊക്കെ ഭയങ്കര അത്ഭുതമായിരുന്നു ആ സമയത്ത്. അന്നേരം ചെറുതായിരുന്നു, 1 വയസ്സായ സമയത്താണെന്ന് തോന്നുന്നു. 1 വയസ്സായിനോ എനിക്ക് ഓർമ്മയില്ല, സമയം ഓർമ്മയില്ല. അന്നേരം ഞാനൊരു രഞ്ജുവാണ് എന്നിട്ട് പറയാറുണ്ടായിരുന്നു, അവൻ എന്താ തൊഴുതിനി, എന്നാലും അവൻ തൊഴുതല്ലോ എന്നുള്ളൊരു ഭയങ്കര ഒരു ഇതുണ്ടായിരുന്നു ആ സമയത്ത്. പിന്നെ അടുത്ത പ്രാവശ്യം വരുമ്പോൾ നമ്മൾ പറഞ്ഞു നമ്മൾ അമ്പലത്തിലേക്കാണ് പോകുന്നതെന്ന് പറയേ വേണ്ട, അപ്പോൾ അവൻ തൊഴുവോ നോക്കാമല്ലോ. ഇപ്പം നമ്മൾ മുന്നേ വീട്ടിൽ നിന്ന് വരുമ്പോൾ പറയുന്നുണ്ടല്ലോ അമ്പലത്തിലേക്കാണ് പോകുന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഒരു മെമ്മറിയിൽ വെച്ചിട്ടാണോ അവൻ തൊഴുന്നതെന്ന് അറിയില്ലല്ലോ. അപ്പോൾ അടുത്ത പ്രാവശ്യം നമ്മളൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ടും അവൻ പോകുന്ന വഴി എല്ലാം മനസ്സിലാക്കി അവൻ അമ്പലത്തിലെത്തുന്നതിന് മുന്നേ അവൻ തൊഴാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പം ഇന്നും അതേ പോലെ അവൻ അവിടെ എത്താനാകുമ്പോൾ അവൻ കൈ തൊഴുത് പിടിച്ച് അവിടെ നിൽക്കും. അവന് ഭയങ്കര ഇഷ്ടമാണ് അമ്പലത്തിൽ പോകുന്നത്. ഇതാണ് അമ്പലം. ഞാൻ ഫസ്റ്റ് ടൈം ഇവിടെ വന്നപ്പോൾ ഈ അമ്പലത്തിൽ വന്നിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അന്നേരം ഇത് റിനോവേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത്രേ ആയിട്ടുള്ളൂ, 1 വർഷമേ ആയിട്ടുള്ളൂ എന്ന് തോന്നുന്നു ഇത് റിനോവേഷൻ കഴിഞ്ഞിട്ട്. ഞാൻ ഇപ്രാവശ്യം വരുമ്പോഴത്തേക്ക് എല്ലാം റിനോവേഷനൊക്കെ കഴിഞ്ഞ് അടിപൊളിയാക്കിയിട്ടുണ്ടായിരുന്നു. ഇതിലൂടെ നടക്കുമ്പോഴേ മനസ്സിനൊരു സന്തോഷമാണ്. അരുൾമിகு മുരുകൻ ടെമ്പിൾ എന്നാണ് അമ്പലത്തിൻ്റെ ഫുൾ നെയിം.
ആര്യൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഹാപ്പിയാണ്. നല്ല വൃത്തി അവൻ നടന്ന് അവനറിയാം എവിടെയെല്ലാം ചുറ്റം വരേണ്ടത് എല്ലാം അവനറിയാം. കറക്റ്റായിട്ട് അവനെല്ലാം ചെയ്തോളും. പിന്നെ ഇവിടെ ചില സമയത്ത് പ്രസാദം ഉണ്ടാവും. അതായത് ആരെങ്കിലും എന്തെങ്കിലും നേർച്ച പോലെ എന്തെങ്കിലും കഴിപ്പിക്കുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യൽ ഡേ ഒക്കെ ആണെങ്കിൽ ഇവിടെ നമുക്ക് പ്രസാദം കിട്ടും. കേസരി, പൊങ്കൽ തന്നെ കുറേ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് പൊങ്കലുണ്ട്. വെൺപൊങ്കൽ, പിന്നെന്താ സ്വീറ്റ് പൊങ്കൽ, അങ്ങനെ കുറേ തരത്തിലുള്ളതുണ്ട്. നല്ല രസമാണ് ഫുഡ് കഴിക്കാൻ. പ്രസാദം പ്രത്യേക ഒരു ടേസ്റ്റാണ്. അതെല്ലാ അമ്പലത്തിൽ നിന്നും എനിക്ക് പ്രത്യേകിച്ച് അമ്പലത്തിൽ നിന്നുള്ള ഫുഡ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതിന് വേണ്ടിയിട്ടായിട്ട് ഞാൻ പണ്ടൊക്കെ അമ്പലത്തിൽ പോകാറുണ്ട്. പിന്നെ ഇവിടെ വന്നതിന് ശേഷം നമ്മൾ ഇവിടെയാണ് മെയിനായിട്ട് വരാറ്. അപ്പോൾ എനിക്ക് ഇവിടുത്തെ ഫുഡ് എനിക്ക് വളരെ ഇഷ്ടമാണ്, ഇവിടുന്ന് കിട്ടുന്ന പ്രസാദം. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ മെയിനായിട്ട് ഫുഡ്, അതായത് ഡിന്നർ കഴിച്ചിട്ടേ തിരിച്ചു പോകല്ലോ. അമ്പലത്തിന് കുറച്ച് മുന്നോട്ട് നടന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ഷോപ്പുണ്ട്, മുരുകൻ വിലാസ് ഇഡ്ഡലി കട എന്നാണ് പറയാം. അവിടെ പോയിട്ട് എന്തെങ്കിലും കഴിച്ചിട്ടാണ് തിരിച്ചു പോകാറുള്ളത്. എല്ലാ ടൈമിലും നമ്മൾ അവിടെ പോയിട്ട് തന്നെ പോകാറ്. എനിക്ക് തോന്നുന്നു പൊതുവേ അമ്പലത്തിൽ വരുന്നവർ അവിടെ വന്നിട്ട് ഫുഡ് കഴിച്ചിട്ടാണ് പോവാറെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അമ്പലത്തിൽ കണ്ടവരെ അവിടെ കാണാറുണ്ട്. എനിക്ക് ഇവിടുത്തെ ദോശ, മസാല ദോശ അതെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ഇവിടുത്തെ ഫേവറേറ്റ് എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് ഒനിയൻ ഊത്തപ്പം ഇഷ്ടമാണ്. ഞാനത് ആക്ച്വലി ഇവിടെ നിന്നാണ് ആദ്യം ട്രൈ ചെയ്തത്. അതുകൊണ്ടാണോ എനിക്കറിയില്ല, ഇവിടുത്തെ എനിക്ക് ഭയങ്കര സ്പെഷ്യലായിട്ട് ഇഷ്ടമാണ്. ആര്യനും ഇവിടുത്തെ ദോശ ഇഷ്ടമാണ്, അവൻ കഴിക്കും. പ്ലെയിൻ ദോശ വാങ്ങിക്കഴിഞ്ഞാൽ അത് അവൻ കഴിക്കാറുണ്ട്. അവൻ ഫസ്സി ഈറ്ററാണ്, അപ്പോൾ അവൻ ഇഷ്ടപ്പെട്ടാൽ മാത്രമേ അവൻ കഴിക്കൂ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് അവിടുന്ന് ഇറങ്ങി. ഞങ്ങൾ വന്ന വഴി തന്നെ തിരിച്ചു പോകണം. നമ്മൾ ഫസ്റ്റ് ഇറങ്ങിയ ബസ് സ്റ്റോപ്പിൻ്റെ ഓപ്പോസിറ്റ് ബസ് സ്റ്റോപ്പിൽ നിന്നാണ് നമുക്ക് ബസ് കയറേണ്ടത്. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോകലായി. ഇന്ന് നല്ലൊരു നൈറ്റായിരുന്നു. കാരണം അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിന് ഭയങ്കര ഒരു സന്തോഷവും സുഖമൊക്കെ കിട്ടുമല്ലോ. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോവാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്. ഗുഡ് നൈറ്റ് ഓൾ. You melt the ice behind my stone cold eyes. I turn to ashes, but only just sometimes. Inhale your smoke, but you still act surprised. It's not my fault when we end up capsized. You call me crazy now, but you don't understand. I'm calling out to you. Can you hear a thing? 'Cause you lit the match